ഹായ് ഫ്രണ്ട്സ്, ട്രാവൽ ലവറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് മധ്യപ്രദേശിലെ ബേത്തുൽ ജില്ലയിലുള്ള ഒരു മുൾത്തൈൻ്റെ അടുത്തുള്ള ഒരു കോട്ടയുടെ മുന്നിലാണ്. ഈ കോട്ട നിർമ്മിച്ചിരിക്കുന്നത് ഗോദ്വാന രാജവംശത്തിൽപ്പെട്ട ഷേർ സിംഗ് എന്നൊരു രാജാവാണ്. ഇതിന് ഷേർഗഡ് ഫോർട്ട് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഈ ഫോർട്ടിൻ്റെ വിശേഷങ്ങളാണ് ഞാനിന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഒരു കാലത്ത് ഏറ്റവും പ്രശസ്തിയിൽ നിന്ന ഷേർഗഡ് കില അഥവാ ഷേർഗഡ് ഫോർട്ടാണ്. ആ ഫോർട്ടിൻ്റെ ഇന്നത്തെ അവസ്ഥയൊക്കെയാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. വളരെ പ്രശസ്തമായ ഒരു ഫോർട്ട്. ഈ ഫോർട്ട് നിർമ്മിച്ചത് ഗോദ്വാന രാജവംശത്തിൽപ്പെട്ട ഷേർ സിംഗ് എന്ന രാജാവാണ്. ഇതിൻ്റെ ഐതിഹ്യങ്ങൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള സ്റ്റോറീസ് പറയുന്നത് ഷേർ സിംഗ് ഒരു ആദിവാസി രാജാവായിരുന്നു. ആ ആദിവാസി രാജാവ് വളരെ കാലം എടുത്ത് ഉണ്ടാക്കിയ ഒരു ഫോർട്ടാണ് ഇതെന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഒരു മലയിൻ്റെ മുകളിലാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും താഴെ പാടങ്ങളും കാര്യങ്ങളൊക്കെ. ഇതൊരു മലയിൻ്റെ മുകളിലാണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്ന് നോക്കുവാണെങ്കിൽ താഴെയുള്ള എല്ലാതും കാണാൻ പറ്റും. പിന്നെ ഇത്ര ഹൈറ്റിലായതുകൊണ്ട് ശത്രുക്കൾക്ക് എളുപ്പത്തിൽ ഇവിടെ വന്നു ചേരാനും പറ്റില്ല. പക്ഷെ ഞങ്ങളിവിടെ എത്തിയത് വളരെ ഒരു ബുദ്ധിമുട്ടിയ റോഡിലൂടെയാണ്. മൊത്തം റോഡൊന്നും പോയി എല്ലാം റോഡൊന്നും ഇല്ലാതെ വളരെ നടന്ന് എത്തേണ്ട ഒരു സ്ഥലമായിരുന്നു ഇത്. കാരണം ഇപ്പോൾ ഇതാരൊന്നും ശ്രദ്ധിക്കുന്നില്ല. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ലിസ്റ്റിൽ പോലും ഇപ്പോൾ ഇല്ല ഇത്. അങ്ങനെ അതില്ലാത്തത് കൊണ്ട് ആരും ഒന്നും ഇതിനെ പറ്റിയൊരു മെയിൻ്റെനൻസും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. ഈ കോട്ടയിൻ്റെ ഇതിൻ്റെ മെയിൻ എൻട്രൻസ് ആണ്. ഇതുപോലെ 3 കോട്ടവാതിലുകളാണ് ഇതിനുള്ളത്. ഇതിൻ്റെ നല്ല ഹൈറ്റിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ആദ്യത്തെ കോട്ടവാതിൽ, ഈ 3 കോട്ടവാതിലിൽ ആദ്യത്തെ കോട്ടവാതിലാണിത്. ഇപ്പം 2 കോട്ടവാതിലുകളും മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഒരു കോട്ടവാതിൽ ഓൾറെഡി ഇത് നശിച്ചു. ഇത് കാലക്രമേണ ഇത് ഓരോരോ നശിച്ചാണ്. ഇത് റിനോവേറ്റ് ചെയ്യാനും ആർക്കും താല്പര്യം പോലും ഇല്ല. കാരണം ഇതിനൊരു ഇമ്പോർട്ടൻസ് ആരും കൊടുക്കുന്നില്ല. അങ്ങനെ ഒരു അൺനോൺ ഡെസ്റ്റിനേഷനാണ് ഞാനിപ്പോൾ എത്തിക്കുന്നത്. പക്ഷേ ഇതിനൊരു വളരെ പ്രത്യേകത തോന്നുന്നത് അന്നത്തെ കാലഘട്ടങ്ങളിൽ ഈ ഇഷ്ടിക കൊണ്ട് മാത്രം നിർമ്മിച്ചൊരു കോട്ട. അതിൻ്റെ ഫ്രണ്ട് വശമാണ് ഇത് നിൽക്കുന്നത്. ഇവിടെ കാണാൻ നല്ല ലുക്കുണ്ട്. ഉള്ളതിൽ ഏറ്റവും നല്ല ഇപ്പം തകർന്നു പോകാത്ത സൂക്ഷിച്ചിരിക്കുന്ന ഒരു നന്നായിട്ട് സംരക്ഷിക്കപ്പെട്ട ഒരു ഭാഗം മാത്രമാണിത്. ഇതിൻ്റെ ഇടതുവശങ്ങളിൽ ഇപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നത് ഇടതുവശങ്ങളിൽ ഒരു മുകളിലോട്ട് പോകാനുള്ളൊരു വഴി വരെയുണ്ട്. അതിലൂടെ പണ്ട് ഇതിലൂടെ മുകളിലോട്ട് പോകാം. പണ്ട് പട്ടാളക്കാർ ഇതിൻ്റെ മുകളിലൂടെ പോയി അവിടുന്ന് ഹൈറ്റിൽ നിന്ന് അതുപോലെ താഴേക്ക് കോട്ടയെ സംരക്ഷിക്കാൻ വേണ്ടി വാച്ച് ടവർ പോലെ അതിനുള്ള സൗകര്യങ്ങളുണ്ടായിരുന്നു. ഒരു ഇടുങ്ങിയ വഴിയാണ് ഈ കാണുന്ന. ഈ ഇടുങ്ങിയ വഴിയിലൂടെയാണ് മുകളിലോട്ട് പോകേണ്ടത്. അങ്ങനെ ഇതിൻ്റെ മുകളിലൂടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോട്ടയിൻ്റെ മുകളിലെത്തും. ആ കോട്ടയിൻ്റെ മുകളിൽ നിന്ന് നമ്മുടെ താഴെ എന്ന് ശത്രുക്കളെ ആക്രമിക്കാൻ വരുന്നുണ്ട്. അതനുസരിച്ച് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണ് ഇതിൻ്റെ വശങ്ങളിൽ കാണുന്ന പല ഗേറ്റുകളും തകർന്ന അവസ്ഥയാണ്. ഈ മുന്നിൽ കാണുന്ന ഗേറ്റാണ് രണ്ടാമത്തത്. അത് മൊത്തം തകർന്നിരിക്കുന്നു. പിന്നെ ഓരോ സ്ഥലങ്ങളും ഇത് തകർന്ന് നഷ്ടപ്പെട്ട ഒരവസ്ഥയിലാണിത്. കാരണം സംരക്ഷിക്കാനില്ലാതെ എങ്ങനെ ഒരു കോട്ട തീരും എന്നുള്ള അവസ്ഥയാണിത്. പിന്നെ പണ്ട് ആൾക്കാർ പറയുന്നത് ഇത് കോട്ടയൊക്കെ ആൾക്കാർ വന്ന് ഇവിടെ കുഴിച്ച് നോക്കിയായിരുന്നു എന്തെങ്കിലും ഇതിനകത്ത് ഉണ്ടെന്ന് പറഞ്ഞ്. അങ്ങനെ ഇവിടുത്തെ ഉള്ള നാട്ടുകാർ തന്നെ ഇത് തട്ടിമുട്ടി കളഞ്ഞതാണെന്നൊക്കെ പറയുന്നു. നമുക്കറിയത്തില്ല ഇതിൻ്റെ സത്യാവസ്ഥ. പക്ഷേ ആരും നോക്കാൻ ഇല്ലാതെ നശിച്ചു പോയ ഒരു കോട്ടയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അന്നത്തെ കാലത്ത് ഒരു ആദിവാസി രാജാവ് ഈ ഏരിയ റൂൾ ചെയ്ത ആ രാജാവിൻ്റെ ഒരു പ്രശസ്തമായ ഒരു കോട്ടയായിരുന്നു ഇത്. ഷേർഗഡ് കോട്ട, ഷേർ സിംഗ് എന്ന രാജാവിൻ്റെ. അതുമാതിരി ഗോദ്വാന രാജവംശത്തിൻ്റെ വളരെ പവർഫുൾ കേന്ദ്രമായിരുന്നു ഇവിടെ. ഇതിൻ്റെ അകത്ത് ഒരു ചെറിയ റൂം പോലെ കാണാൻ പറ്റും. ഇത് അന്നത്തെ കാലത്ത് അവിടെയുള്ള ആളുകൾ താമസിച്ചു എന്ന് പറയപ്പെടുന്ന സ്ഥലങ്ങളാണിത്. പക്ഷേ ഒന്നെങ്കിൽ പട്ടാളക്കാരും അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ താമസിച്ച സ്ഥലമായിരിക്കും. ഇപ്പോഴും ഇങ്ങനെ പൊട്ടലും ഇതൊക്കെ ഉണ്ടായപ്പോലും ഇത് മൊത്തം നശിച്ചു പോകാതെ ഇപ്പോഴും ഉണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത്
ഒരു അത്യാവശ്യം കാണാനുള്ള ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ് അത്യാവശ്യം പോകാത്ത ഒരു ഇതാണ് മെയിൻ ആയിട്ടുള്ള റൂം എന്ന് പറയുന്നത്. ഇവിടെ അതിൻ്റെ അവശിഷ്ടങ്ങൾ മാത്രം കാണാൻ പറ്റുള്ളൂ. ഇതൊന്നും അറിയത്തില്ല, ഒരു കുഴിയൊക്കെ ഉണ്ട്. അന്നത്തെ കാലത്ത് എന്തെങ്കിലും ചെയ്തതായിരിക്കാം എന്താ കാര്യത്തിന് വേണ്ടി. നമുക്കിതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ അറിയത്തില്ല. ഇവിടുത്തെ ആൾക്കാർ പോലും ഇതിപ്പം കാണാനില്ലെന്നാണ് പറഞ്ഞത്. പിന്നെ സംരക്ഷിക്കാത്തതുകൊണ്ട് ഇതെല്ലാം ഇങ്ങനെ ഈ അവസ്ഥയിലായി. ഇപ്പം ഈ കാണുന്നതാണ് ഇതിൻ്റെ ഒരു മെയിൻ റൂം. ഇതാണ് അതിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്നത് അവരുടെ പട്ടാളക്കാർ അങ്ങനെ ബന്ധപ്പെട്ട ആൾക്കാർ താമസിച്ചു കാണണം. അതല്ലാതെ വേറെ ആരും ഇവിടെ താമസിക്കാനുള്ള സാധ്യതയില്ല. എല്ലായിടത്തും ഇങ്ങനെ ഓരോന്ന് എഴുതി വച്ചിട്ടുണ്ട്. ഇത് കാണാൻ വന്ന ആൾക്കാർ എഴുതി വെച്ച സംഭവങ്ങളൊക്കെ ഇവിടെ ഉള്ളതിൽ ഒരു റൂമായിട്ട് തോന്നുന്നത് ഇതാണ്. ഇവിടെ എനിക്ക് തോന്നുന്നു ഇതിനു മുമ്പ് ആളുകൾ താമസിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഇതൊരു സാമൂഹിക വിരുദ്ധരുടെ ഒരു കേന്ദ്രം കൂടിയാണ്. ഇവിടെ പോകുന്ന വഴിക്കെല്ലാം ബീറൂപ്പിയൊക്കെ പൊട്ടിച്ചിട്ട് ആ ഒരു അവസ്ഥയിലാക്കി. കാരണം നോക്കാനും ആളില്ലാത്തതുകൊണ്ട് ഏകദേശം ഈ അവസ്ഥയാണ്. അതുകൊണ്ടിപ്പം ആരും ഈ കോട്ടയ്ക്കുള്ളിൽ വരാറ് പോലുമില്ല. സന്ധ്യ ആയിട്ടുണ്ടെങ്കിൽ ഒരു മനുഷ്യൻ ഈ വഴിക്ക് വരാറില്ലെന്നാണ് പറയുന്നത്. കാരണം സാമൂഹിക വിരുദ്ധരുടെ ഒരു താവളം പോലെ ആയിത്തീർന്നു ഇതൊക്കെ. ഒരു കാലത്ത് രാജപറോഡിയിൽ നിലനിന്ന ഈ കൊട്ടാരം ഗോദ്വാന ഡൈനാസ്റ്റിൻ്റെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഒരു കേന്ദ്രം അല്ലെങ്കിൽ ഒരു കോട്ടയായിരുന്നു. രാജവംശത്തിന് പറയത്തക്ക അത്ര സ്ട്രോങ് ആയിട്ടുള്ളൊരു സംഭവം, ഒരു പവർഫുൾ കോട്ട ഇതായിരുന്നു. പക്ഷേ ഇന്ന് ഇതെല്ലാം നശിച്ചൊരു വഴിയായി. പിന്നെ ഇതിൻ്റെ പല സ്ഥലത്തും ഇതുപോലെ തന്നെ ആൾക്കാർ കുഴിച്ച് വെച്ചിട്ടുണ്ട്. കുഴിയൊക്കെ നമുക്ക് കാണാൻ പറ്റും. അത് എന്തിനാണ് കുഴിച്ചതെന്ന് അറിയില്ല. ചിലപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടെന്ന് വിചാരിച്ചിട്ട് കുഴിച്ച് നോക്കിയതായിരിക്കും. പിന്നെ ഇത് പൊട്ടിപ്പൊളിഞ്ഞിട്ടും ആരും പിന്നെ ഒന്ന് റിനോവേറ്റ് ചെയ്യാനൊന്നും ആരും ശ്രമിച്ചിട്ടുമില്ല. അങ്ങനെ ഒരു കാലഘട്ടത്തെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാലത്ത് രാജപ്രൗഢിൽ നിന്നൊരു കോട്ട ഇന്നത്തെ അവസ്ഥ ഇങ്ങനെയായി. അതിൽ കുറേ കോട്ടകളുണ്ട്. എത്ര കോട്ടയെ സംരക്ഷിക്കാൻ പറ്റുന്നത് എന്നുകൊണ്ടായിരിക്കാം ഇതിങ്ങനെയൊക്കെ സംരക്ഷിക്കാതിരുന്നത്. ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന് മുകളിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മുൾത്തായി ഏരിയ മുഴുവൻ നമുക്ക് അവിടെ നിന്ന് കാണാം. ഇതിൻ്റെ ഈ മലയിന് മുകളിലായതുകൊണ്ടും ഇതിൻ്റെ 3 വശങ്ങളിലും നദിയുണ്ട്, ചെറിയ ചെറിയ നദികൾ ഒഴുകുന്നുണ്ട്. ആ നദീൻ്റെ നടുക്കാണ് ഈ കോട്ട, ഈ വലിയൊരു മൗണ്ടൻ പോലത്തെ ഈ മലേൻ്റെ മുകളിൽ ഈ കോട്ട നിർമ്മിച്ചത്. പക്ഷെ ഒരു കാര്യം, ഇതെങ്ങനെ ഇതിന് മുകളിൽ നിർമ്മിച്ചെന്നത് ഒരു ചോദ്യമായിട്ട് അവശേഷിക്കുന്നു. ഇപ്പം തന്നെ അതിൻ്റെ നടന്നു വരാൻ തന്നെ അത്ര ബുദ്ധിമുട്ടുള്ള സ്ഥലത്ത് ആ സമയത്ത് ഈ കോട്ടയൊക്കെ നിർമ്മിച്ചത്, അതൊക്കെ അവരുടെ ഒരു ഹാർഡ് വർക്ക്. പിന്നെ അന്നത്തെ പ്ലാനിങ്ങും. ഇതിൻ്റെ അണ്ടർഗ്രൗണ്ടിലൂടെ വരെ വഴിയുണ്ടെന്നാണ് പറയുന്നത്, ഇതിന് ഓരോ സ്ഥലത്തേക്കും പോകാൻ വേണ്ടി. പക്ഷെ ഇന്ന് ഇതെല്ലാം നശിച്ചുകൊണ്ട് അറിയില്ല ഇതിൻ്റെ കാര്യങ്ങളൊക്കെ. പിന്നെ ഇതിൻ്റെ തൊട്ട് അടുത്ത് ഞാൻ പറഞ്ഞ നദി, ആ നദീൻ്റെ ഇപ്പോൾ ഉള്ള ഒരു വെള്ളം ഇത്രയേ ഉള്ളൂ. പിന്നെ ഇവിടെ ഒരു കാട് പോലെയാണ് ഇവിടെ മുഴുവൻ. ആ രീതിയിൽ ഇവിടെ ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ ഒരു നാച്ചുറൽ ബ്യൂട്ടി ആയിട്ട് ഇത് കാണാൻ പറ്റും. അങ്ങനെ ഗോദ്വാന രാജവംശത്തിൻ്റെ ഷേർ സിംഗ് എന്ന രാജാവും ആ രാജാവിൻ്റെ കൊട്ടാര വിശേഷങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ രാജവംശത്തിനെ കൂടുതൽ ഇതിൻ്റെ ഡീറ്റെയിൽസൊന്നും ഒരിടത്തും കാണാൻ പറ്റില്ല. കാരണം ഇന്ന് ഈ രാജവംശവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും ഇന്നൊന്നും നിലനിൽക്കുന്നില്ല. പിന്നെ ആൾക്കാർ പറഞ്ഞ രീതിയിൽ, അവിടെയുള്ള ഗ്രാമത്തിലുള്ള വില്ലേജേഴ്സ് പറയുന്ന ഇൻഫർമേഷനും കാര്യങ്ങളും വെച്ചാണ് ഞാൻ ഇതിനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങളോട് സംസാരിച്ചത്. കാരണം ഇന്നില്ലാത്തൊരു ഡൈനാസ്റ്റിയാണിത്.